ഇപ്പോഴുള്ള എന്റെ മെസ്സേജ് കേൾക്കുന്ന പലർക്കും ഉള്ളൊരു പ്രശ്നം, കാര്യങ്ങളൊക്കെ മനസ്സിലാകുന്നുണ്ട്, എല്ലാം പിടികിട്ടി, തിരിച്ചറിവ് വരുന്നുണ്ട്, പക്ഷെ അത് ചെയ്തു പോകാനുള്ള മനസ്സ് ആ സമയത്ത് കിട്ടുന്നില്ല, ആ ഒരു മനസ്സ് വരുന്നില്ല. അപ്പൊ അത് എന്ത് ചെയ്യാൻ പറ്റും? ഓരോരുത്തർക്കും ഓരോ റേഞ്ചാണ്. ചിലർക്ക് ഇതിലൊരു 10% ചെയ്യാൻ കഴിയുള്ളൂ, ബാക്കി ഈ 90% മനസ്സ് തെറ്റിയായിരിക്കും നിൽക്കുന്നത്. ശ്രമിച്ചാലും ചെയ്തെടുക്കാൻ പാടായിരിക്കും. ചിലർക്ക് മനസ്സും റെഡിയാണ്, ബുദ്ധിയിലും കാര്യങ്ങളൊക്കെ മനസ്സിലാകുന്നുണ്ട്, ചെയ്യണമെന്നുള്ള പ്ലാൻ ഉണ്ട്, ആണ് ബുദ്ധി. പക്ഷെ ആത്മാവ് തെറ്റി പഠിച്ച് തലതിരിഞ്ഞിരിക്കുന്നത് കാരണം ആത്മാവിലൂടെ നമുക്ക് കിട്ടുന്നത് തെറ്റായി പോകും. അതായത് ഉള്ളിന്റെ ഉള്ളിൽ ഇതല്ലോ, ഇങ്ങനെയല്ലേ ചെയ്യേണ്ടത്, അങ്ങനെയല്ലേ ചെയ്യേണ്ടതെന്ന് പറഞ്ഞ് നമ്മളെ തെറ്റിലേക്ക് കൊണ്ടുപോകും. പക്ഷെ നമ്മുടെ മനസ്സുകൊണ്ട് നമുക്കറിയാം, അല്ല ബുദ്ധിപരമായിട്ട് നമ്മൾ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്, ഇനി ഈ അവസരം വരുമ്പോൾ ഇങ്ങനെ ചെയ്താൽ മതി, അങ്ങനെ ചെയ്താൽ മതി. പക്ഷെ ഉള്ളിന്റെ ഉള്ളിൽ നിന്നും അങ്ങനെ അല്ല വേണ്ടത്, ശരിക്കും പണ്ട് ചെയ്തുകൊണ്ടിരുന്നത് തന്നെയാണ് വേണ്ടത്, അത് അങ്ങോട്ട് പെട്ടെന്ന് ഒഴിവാക്കാൻ പറ്റൂല എന്ന രീതിയിലുള്ള ഇൻഫർമേഷൻ ഉള്ളിൽ നിന്നും കിട്ടും. ഇത് നമ്മുടെ ആത്മാവ് തെറ്റായിട്ട് പഠിച്ചിരിക്കുന്നതാണ്. അപ്പൊ ഈ തെറ്റായിട്ട് പഠിച്ച് ഇരിക്കുന്ന ആത്മാവിനെ നമ്മൾ ശരിയിലേക്ക് കൊണ്ടുവരാൻ കുറെ പാടാണ്. നമ്മൾ വിചാരിക്കുമ്പോൾ എളുപ്പമല്ല. അതേസമയം ഉള്ളിന്റെ ഉള്ളിൽ നിന്നും ഈ ഇപ്പോഴും എന്റെ മെസ്സേജ് കേട്ടിട്ട് ഒരുപാട് കാര്യങ്ങൾ ശരിയാകുന്നത് ഉള്ളിന്റെ ഉള്ളിൽ നിന്നും ഇതാണ് ശരി, ഇങ്ങനെ വേണം ചെയ്യാൻ എന്ന് ഉള്ളിൽ സ്ട്രോങ് ആയിട്ട് കിട്ടുകയും മനസ്സുകൊണ്ട് അല്ലെങ്കിൽ ബുദ്ധി കൊണ്ട് നമ്മൾ ആ സമയത്ത് വീണ്ടും പഴയതുപോലെ തെറ്റിലോട്ട് ചെയ്തു പോകുന്നു എന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ശരിയിലോട്ട് വരാൻ പറ്റും. കാരണം ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് നമുക്ക് കുറ്റബോധവും ഈ തെറ്റ് ചെയ്തു പോയി കഴിയുമ്പോൾ തന്നെ ഉള്ളിൽ നിന്ന് ഒരു കുറ്റബോധവും ഒരു വിഷമവും, എവിടെയോ തെറ്റിപ്പോയി, എന്തോ പറ്റിപ്പോയി എന്ന ഒരു അകമേ ഒരു ഫീലും ഒക്കെ നമുക്ക് സ്വാഭാവികമായിട്ട് കിട്ടി വരും. അങ്ങനെ കിട്ടി വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം, ആത്മാവ് ശരിയിലോട്ട് പോകാൻ ആഗ്രഹിക്കുന്നു, ശരി പഠിച്ച് വെച്ചിട്ടുണ്ട്. പക്ഷെ ഭൗതിക മനസ്സും നമ്മൾ ബുദ്ധിയിൽ പ്ലാൻ ചെയ്ത കാര്യങ്ങളൊന്നും സമയത്ത് നടന്നതുമില്ല എന്ന് തിരിച്ചറിയണം. ഞാനീ പറഞ്ഞ കാര്യം കുറച്ചൊന്ന് ചിന്തിച്ച് മനസ്സിലാക്കി എടുത്താലത് പിടികിട്ടുള്ളൂ. കാരണം 3 കാര്യങ്ങളുണ്ട്. ഒന്ന് ബുദ്ധിയുണ്ട്, ഒന്ന് മനസ്സുണ്ട്, നമ്മുടെ ആത്മാവുണ്ട്, അല്ലെങ്കിൽ ഉപബോധ മനസ്സുണ്ട്. ഈ ബുദ്ധിയിലുള്ള കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നിങ്ങളുടെ പ്ലാൻ, ഇപ്പൊ ഒരു കാര്യം കേട്ടു, അത് ചെയ്യണമെന്ന് ആഗ്രഹിച്ചു, നിങ്ങൾ മനസ്സുകൊണ്ട് അല്ലെങ്കിൽ ബുദ്ധി കൊണ്ട് പ്ലാൻ ചെയ്യുന്നു. ഇനി അടുത്ത പ്രാവശ്യം എന്റെ അച്ഛൻ ഇങ്ങനെ പറയുമ്പോൾ അല്ലെങ്കിൽ എന്റെ അമ്മ അങ്ങനെ പറയുമ്പോൾ എനിക്ക് ഇങ്ങനെ പറയണം, ഞാൻ അങ്ങനെ ചെയ്യണം എന്നൊക്കെ നിങ്ങൾ പ്ലാൻ ചെയ്ത് വെക്കുന്നതെല്ലാം ബുദ്ധിയിലാണ്. അപ്പൊ അതെങ്ങനെ ചെയ്യണം, എന്ത് ചെയ്യണം, ആ സമയത്ത് എന്തൊക്കെ പറയണം, എങ്ങനെയൊക്കെ പറയണം എന്ന് നേരത്തെ കൂട്ടി ഈ പ്ലാൻ ചെയ്യുന്നതെല്ലാം ബുദ്ധിയിലാണ്. പക്ഷെ ആ സമയമാകുമ്പോൾ നമ്മൾ വീണ്ടും പഴയതുപോലെ തന്നെ ചെയ്തു പോകുന്നു. കാരണം മനസ്സ് അനുവദിക്കുന്നില്ല. ഇതാണ് മനസ്സിന്റെ കുഴപ്പം. മനസ്സ് തെറ്റി നിൽക്കുക. മനസ്സിന് ഈ അറ്റാച്ച്മെന്റ് കാരണം, അല്ലെങ്കിൽ അവരോട്ടുള്ള അല്ലെങ്കിൽ മറ്റു വ്യക്തികളോട് നമ്മൾ ഇങ്ങനെ ചെയ്ത് ഇടപഴകി ശീലിച്ചത് കാരണം മനസ്സ് അനുവദിക്കുന്നില്ല. പക്ഷെ അങ്ങനെ ചെയ്യുമ്പോഴും ഉള്ളിന്റെ ഉള്ളിൽ തെറ്റിപ്പോകുന്നു. അങ്ങനെയല്ലല്ലോ ചെയ്യേണ്ടിയിരുന്നത്, ഇങ്ങനെയല്ലേ ചെയ്യേണ്ടിയിരുന്ന ഉള്ളിന്റെ ഉള്ളിൽ നിന്നും ഒരു തോന്നൽ എവിടെന്നോ വന്നുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കണം, അത് ആത്മാവ് നമ്മളെ ഓർപ്പിച്ചിട്ട് കൊണ്ടേയിരിക്കുന്നതാണ്. പക്ഷെ നമ്മൾ ഭൗതിക മനസ്സ് അറ്റാച്ച്ഡ് ആയത് കാരണം അവരെ മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കാതെ അറ്റാച്ച്മെന്റിലൂടെയൊക്കെ നമ്മൾ സാരമില്ല എന്ന് വിചാരിച്ചുമൊക്കെ വീണ്ടും തെറ്റ് ചെയ്തു പോകുന്നു. പക്ഷെ ഉള്ളിന്റെ ഉള്ളിൽ ഉണ്ട് എന്ത് സാരമില്ല, എന്തായിരുന്നാലും ഇതൊക്കെ ഇങ്ങനെ അല്ലല്ലോ, അങ്ങനെ അല്ലല്ലോ, പറ്റി പിന്നെ നീ തെറ്റുന്നല്ലോ എന്ന് ഉള്ളിന്റെ ഉള്ളിൽ നിന്നും എനിക്കൊരു അബദ്ധം പറ്റണല്ലോ എന്ന ചിന്ത വരുന്നുണ്ടെങ്കിൽ അത് ഉപബോധ മനസ്സിൽ നിന്ന് വരുന്നതാണ്. ഇനി ചിലർക്ക് ഈ പുറം മനസ്സുകൊണ്ട് നമ്മൾ അങ്ങനെ ചെയ്യും, പുതിയ കാര്യങ്ങൾ ചെയ്യും. ഇപ്പൊ എന്റെ മെസ്സേജിലൂടെയൊക്കെ കിട്ടിയ കാര്യങ്ങൾ മനസ്സുകൊണ്ട് അത് ചെയ്യുമ്പോൾ ഉള്ളിന്റെ ഉള്ളിൽ നിന്നും അങ്ങനെ അല്ല ചെയ്യേണ്ടിയിരുന്നത്, നീ പണ്ട് ചെയ്തുകൊണ്ടിരുന്നത് ഇനിയായിരുന്നു കറക്റ്റ്, അങ്ങനെ ആയിരുന്നു വേണ്ടത്, ആരോ എന്തൊക്കെയോ മെസ്സേജിലൂടെയൊക്കെ പറയുന്നത് കേട്ടും കൊണ്ട് നീ എന്തിനി തെറ്റ് ചെയ്യാൻ പോയി എന്ന് ഉള്ളിന്റെ ഉള്ളിൽ നിന്നൊരു തോന്നൽ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കണം, നമ്മുടെ ആത്മാവിൽ നിന്ന് വരുന്ന ഇതാണ്, ആത്മാവ് തെറ്റിക്കിടക്കും. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമുക്ക് പിന്നീട് ആ കാര്യം കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റൂല. കാരണം നമ്മുടെ ഉള്ളിന്റെ ഉള്ളിലുള്ള അതേ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കുകയുള്ളൂ, അതേ നമ്മൾ വിശ്വസിക്കുകയുള്ളൂ, അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചില കാഴ്ചകൾ കാണും. പക്ഷെ ഇതിന്റെ എല്ലാം പിന്നിൽ ചിലപ്പോ ഈ അദൃശ്യ ശക്തികളുടെ ചില കാര്യങ്ങൾ, വെളിപാടും നിർദ്ദേശങ്ങളൊക്കെ വരികയും ചെയ്യും. ഇതെല്ലാം നമ്മുടെ ഉള്ളിൽ നിന്നാണ് കിട്ടുന്നത്. അപ്പൊ ഉള്ളിൽ നിന്ന് കിട്ടുമ്പോൾ ആത്മാവ് അത് പഠിച്ചു വെച്ച് അല്ലെ അതാണ് ശരിയെന്ന് വിചാരിച്ചും കൊണ്ട് നമുക്ക് പറഞ്ഞു തരുന്ന പല കാര്യങ്ങളുണ്ട്. ഈ നെഗറ്റീവ് ശക്തികളുടെ സ്വാധീനത്തിലാണ് ഈ ആത്മാവ് തെറ്റുപിടിച്ച് വെച്ചിരിക്കുന്നത്, ആത്മാവാണ് പഠിച്ചു വെച്ചിരിക്കുന്നത്. അപ്പൊ ഈ ആത്മാവിനെ ശരിക്കും നമ്മൾ
തിരിച്ച് പഠിപ്പിക്കണം, പഠിപ്പിച്ചേ പറ്റൂ. ഇല്ലെന്നുണ്ട് എന്ത് സംഭവിക്കുന്നു വെച്ചാൽ മറ്റ് അദൃശക്തികൾ, അതായത് നമ്മുടെ ആത്മാവിനെ പഠിപ്പിക്കുന്ന അദൃശക്തികൾ ചില ശിക്ഷയിലൂടെയൊക്കെ നമ്മളെ കടത്തിക്കൊണ്ടുപോയി നമ്മൾ ആത്മാവിനെ പഠിപ്പിക്കും. അതായത് തറവാക്കി നമുക്ക് മനസ്സിലാക്കിച്ചു തരും. ഈ കാര്യം ഇങ്ങനെയായിരുന്നു ശരിക്കും ചെയ്യേണ്ടിയിരുന്നത് എന്ന് നമ്മളെ തറവാക്കി പഠിപ്പിച്ച് കൊണ്ടുപോകും. പക്ഷെ നമ്മൾ ഒരുപാട് കഷ്ടത്തിലൂടെ കയറിറങ്ങേണ്ടി, ഒരുപാട് വിഷമവും പ്രശ്നങ്ങളൊക്കെ തരണം ചെയ്യേണ്ടി വരും. പക്ഷെ അങ്ങനെ വരുമ്പോൾ നമ്മുടെ ആത്മാവ് ശരി പഠിച്ചിരിക്കും. കാരണം പല രീതിയിലും എങ്ങനെയൊക്കെ നോക്കിയിട്ടും ഈ കടുത്ത ഈ പരീക്ഷണത്തിലൂടെയൊക്കെ കയറി വരുമ്പോൾ അകമേ നമ്മളെ ഉപബോധ മനസ്സ് അത് പഠിച്ചിരിക്കും. ഇല്ലെങ്കിൽ നമ്മളെ ബോധ മനസ്സിലൂടെ നമ്മൾ ബോധത്തില് ശരിക്കുള്ള നമ്മുടെ മനസ്സുകൊണ്ട് നമ്മൾ ഒരു 1000 വട്ടമെങ്കിലും ഒരു കാര്യം ആത്മാവിനെ നമ്മൾ അങ്ങോട്ട് പഠിപ്പിച്ചുകൊണ്ടേയിരിക്കണം. അപ്പൊ എന്റെ ഈ മെസ്സേജ് കേട്ട പലരും എന്നെ ഫോൺ ചെയ്യുകയും സംശയങ്ങൾ ചോദിക്കുകയും ചെയ്യുമ്പോൾ എനിക്ക് മനസ്സിലായത് അവരുടെ ആത്മാവെല്ലാം എന്തോ തെറ്റ് പഠിച്ച് വളർച്ചയില്ലാതിരിക്കുന്ന ആത്മാക്കളാണ്. പക്ഷെ സൃഷ്ടാവ ദൈവം കാര്യങ്ങളെല്ലാം ഓക്കെ ആകും, നമുക്ക് ഇങ്ങനെയുള്ള അമാനുഷികമായിട്ടുള്ള ചില കഴിവുകൾ കിട്ടുന്നൊക്കെ കേട്ടപ്പോ അത് ആകർഷണം ആയിട്ട് ഓടി വന്ന് അങ്ങനെയെങ്കിൽ എനിക്കത് കിട്ടണം എന്നും പറഞ്ഞ് വരുന്ന ഒരുപാട് പേരുണ്ട്. പക്ഷെ അവർക്കൊന്നും ആത്മീയ വളർച്ച ഇല്ല, ആത്മാവ് അത്രയും വളർന്നിട്ടില്ല, ആത്മാവ് ശരി പഠിച്ചിട്ടില്ല. അപ്പൊ ഈ ജന്മത്തിലാണ് ഇനി ആ ആത്മാവ് ശരി പഠിപ്പിക്കാൻ പോണത്, അവർ ഇനിയാണ് പഠിക്കാൻ പോണത്. അപ്പൊ പഠിക്കാതെ വന്ന ചില ആത്മാക്കളാണ് കുറെ കാര്യങ്ങൾ കേട്ടു, ബോധ മനസ്സുകൊണ്ട് നമ്മുടെ ശരിക്കുള്ള ഭൗതിക മനസ്സുകൊണ്ട് ആഗ്രഹം തോന്നി ഭൗതിക കാര്യങ്ങളും ഭൗതിക നേട്ടങ്ങളും ഇങ്ങനെയുള്ള കാര്യങ്ങളിലോട്ടൊക്കെ ഒരു അട്രാക്ഷൻ ഫീൽ ചെയ്താണ് ഈ വന്നിരിക്കുന്നത്. ആത്മാവിന് യാതൊരു വളർച്ചയും ഇല്ല. അങ്ങനെ പലരും എന്നെ വിളിക്കുന്നുണ്ട്. പക്ഷെ ആത്മീയമായി ആത്മാവ് വളർന്ന ഒരു വ്യക്തിയുടെ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ എന്റെ ഈ മെസ്സേജ് കേൾക്കുമ്പോൾ അട്രാക്റ്റഡ് ആയിട്ട് വരും. എങ്ങനെ അട്രാക്റ്റഡ് ആയിട്ട് വരും? ഭൗതിക കാര്യങ്ങളോ ഇങ്ങനെയുള്ള അമാനുഷിക കഴിവുകൾ വേണമെന്നോ അങ്ങനെ തോന്നിയല്ല വരുന്നത്. എനിക്ക് ദൈവമായിട്ട് അടുക്കണം, ദൈവത്തെ മതി, എനിക്ക് എന്റെ ഭൗതികം അതൊന്നും എനിക്ക് വേണ്ട, അതൊക്കെ ഞാൻ കളയാൻ തയ്യാറാണ്, എന്റെ കുടുംബത്തെ ഉപേക്ഷിക്കാൻ തയ്യാറാണ്. എന്റെ പലരും വിളിച്ച് ചോദിക്കാറുണ്ട്, എന്റെ കുടുംബമൊക്കെ വിട്ട് ഞാൻ സാറിന് വല്ല ആശ്രമം വല്ലതും ഉണ്ടെങ്കിൽ ഞാൻ അങ്ങോട്ട് വരട്ടെ, സാറിന്റെ കൂടെ നിൽക്കട്ടെ എന്നൊക്കെ ചോദിച്ച് പലരും വിളിക്കാറുണ്ട്. അപ്പൊ ഞാൻ അവരങ്ങനെ സമ്മതിക്കില്ല. എന്റെ വഴി അതല്ല, അങ്ങനല്ല. നിങ്ങളുടെ കർമ്മങ്ങൾ ബാലൻസ് ചെയ്യുക, അത് കറക്റ്റ് ചെയ്യുന്നതിലൂടെ നിങ്ങൾ വളർന്നു വരുന്ന ഒരു രീതിയാണ് എന്തിലൂടെ ഉള്ള രീതി. അല്ലാതെ ഇതെല്ലാം ഒളിച്ചോടി വന്ന് ഒക്കെ ഉപേക്ഷിച്ച് അതൊക്കെ തലവേദനയാണല്ലോ എന്ന് പറഞ്ഞ് ഓടി ആത്മീയ മാർഗത്തിലോട്ട് വരുന്ന അതല്ല. ദൈവത്തോടുള്ള സ്നേഹം ആത്മാർത്ഥയൊക്കെ ഉണ്ട്, ഓക്കെ. പക്ഷെ അതെല്ലാം അതിലോട്ട് വരണമെങ്കിൽ നിങ്ങളുടെ കർമ്മത്തിലൂടെ നിങ്ങൾ ഈ അദൃശ്യ നെഗറ്റീവ് ശക്തികൾ, അതായത് നിങ്ങളിലുള്ള നെഗറ്റീവിനെ നിങ്ങളെ തടസ്സപ്പെടുത്തുന്ന നെഗറ്റീവിനെ നിങ്ങൾ തന്നെ ജയിച്ച് വരുന്നവർക്ക് ആ ഒരു ലെവലിലേക്ക് വരാൻ പറ്റുള്ളൂ എന്നതാണ് എന്റെ വഴി. അപ്പൊ ആദ്യം നമ്മൾ നമ്മുടെ ഭൗതിക മേഖലയിൽ എവിടെയൊക്കെയാണോ പരാജയപ്പെട്ട് കിടക്കുന്നത് അവിടെയെല്ലാം ജയിക്കണം, എങ്കിലേ ശരിക്കും അടുത്ത ഒരു ലെവലിലേക്കുള്ള യോഗ്യതയിലേക്ക് വരുള്ളൂ. ഇതാണ് എന്റെ മാർഗം. നല്ല വളർച്ച ഉള്ളത് കൊണ്ടാണ് ഭൗതികത്തിൽ തോറ്റ് കിടന്നാലും ദൈവത്തോട് അടുക്കണം എന്നും പറഞ്ഞ് വരുന്നത്. പക്ഷെ അങ്ങനെ വരുമ്പോൾ നിങ്ങൾ വിചാരിക്കണം, നിങ്ങൾ ആ ദൈവമായിട്ടൊരു ഹൈ ലെവലിലായിട്ട് അല്ലെങ്കിൽ മോക്ഷപ്രാപ്തിയിലേക്ക് നിങ്ങൾക്ക് യോഗ്യത വന്നിട്ടില്ല, അല്ലെങ്കിൽ ഈ പുതിയ ആകാശം പുതിയ ഭൂമി എന്നൊക്കെ പറയുന്ന ആ സത്യുഗം എന്ന് പറയുന്ന കാലഘട്ടം ആസ്വദിക്കാനുള്ള യോഗ്യത വന്നിട്ടില്ല. കാരണം നിങ്ങളുടെ സാമ്പത്തിക അല്ലെങ്കിൽ നിങ്ങളുടെ ഭൗതിക മേഖലയിൽ തടസ്സം നിൽക്കുന്ന ഈ അസുര ശക്തികളെ ജയിച്ച് കയറാത്ത നിങ്ങൾക്ക് ദൈവത്തിന്റെ വലിയ ലെവലിലേക്ക് എങ്ങനെ വരാൻ പറ്റും? ചെറുതിനെ പോലും നിങ്ങൾക്ക് ജയിക്കാൻ പറ്റുന്നില്ല, പിന്നെ എങ്ങനെ വലിയ ലെവലിലേക്ക് നിങ്ങൾക്ക് വരാൻ പറ്റും? ഇപ്പൊ ഒരു പട്ടാള മേധാവി ആവണം, അല്ലെങ്കിൽ ഒരു രാജാവിന്റെ പടത്തലവനാവണം എന്നൊക്കെ ആഗ്രഹിച്ച് വരുന്ന ഒരുപാട് പേരുണ്ട്, ശരിയല്ലേ? പലർക്കും ആഗ്രഹം കാണും, അല്ലെ മന്ത്രിയാകണം, പ്രധാന ആളാകണം എന്നൊക്കെ പറഞ്ഞ് നമുക്ക് വരാം, സുപ്പീരിയർ ആകണം. പക്ഷെ ആ ഒരു പട്ടാളത്തിന്റെ ഒരു വലിയ തലത്തിലേക്ക് വരുന്ന ഒരു പട്ടാളക്കാരൻ ചെറിയ 1-2 പട്ടാളക്കാരെ പോലും യുദ്ധത്തിൽ അല്ലെങ്കിൽ ഒരു ആയോധന ഒരു മത്സരത്തിൽ തോൽപ്പിക്കാൻ കഴിവില്ലാത്ത ഒരാളെ ആ രാജാവ് ഇതിന്റെയൊക്കെ തലപ്പത്ത് ഉള്ള ഒരു പടത്തലവനാക്കി കൊണ്ടുവരുമോ? ഒരിക്കലും ചെയ്യില്ല. അതിനതിൻ്റെതായ യോഗ്യതയും ഉണ്ട്, അത്രയും കഴിവും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്ന് ബോധ്യപ്പെട്ടാലേ അവനെ പടത്തലവനാക്കുള്ളൂ. ഇതൊരു സാധാ പടയാളിയായിട്ട് ഒരു ശത്രുവിനെ 1-2 പടയാളിയെ പോലും തോൽപ്പിക്കാൻ കഴിവില്ലാത്ത ഒരാളെ വലിയ ലെവലിൽ കൊണ്ടുവരില്ല. നിസ്സാരമായ ഒരു ഭൗതിക മേഖലയിൽ പോലും ജയിച്ചു കയറാൻ കഴിയാത്ത ഇവരെ ശരിക്കും അടുത്ത ജന്മം എടുത്ത് ഇത് അടിസ്ഥാനമേ പഠിപ്പിച്ചിട്ടൊക്കെയാണ് പിന്നെ അങ്ങനെ പോകുന്നത്. ഇതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ കാലഘട്ടത്തിൽ ഇനി ജന്മങ്ങളൊന്നും കൊടുക്കാൻ ഇല്ലാത്തത് കൊണ്ടാണ് ഇപ്പൊ എന്നിലൂടെയൊക്കെ ഈ ജന്മത്തിൽ തന്നെ ഈ അടിസ്ഥാന കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്ത് കയറി വരണം എന്ന് പറയുന്നത്. നിങ്ങൾ തന്നെ നിങ്ങളുടെ മനസ്സിനെ തിരിച്ചറിയണം. അപ്പൊ ഒന്ന് ഭൗതിക ഈ മനസ്സിനെയും തിരിച്ചറിയണം, ഉപബോധ മനസ്സിനെയും തിരിച്ചറിഞ്ഞ് വേണം നിങ്ങൾ ശ്രമിച്ച് മുന്നോട്ട് വരേണ്ടത്.
ഇപ്പോൾ ഉപബോധ മനസ്സ് നിങ്ങളെ തെറ്റിച്ചുകൊണ്ട് പോകുന്നു, അല്ലെങ്കിൽ പഠിച്ചു വെച്ചിരിക്കുന്ന കാര്യം, അല്ലെങ്കിൽ മറ്റു അദൃശ്യ ശക്തികളിലൂടെ ആ സ്വാധീനത്താൽ നിങ്ങളുടെ ആത്മാവ് തെറ്റിപ്പഠിച്ചു വെച്ചിരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം ഇത് എന്റെ ഉള്ളിൽ നിന്ന് എന്നെ സമ്മതിക്കുന്നില്ല, അല്ലെങ്കിൽ പിന്നെയും പുറകോട്ട് പ്രലോഭിപ്പിച്ചുകൊണ്ട് പോകുന്നു. എന്റെ ഈ മെസ്സേജ് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള മെസ്സേജ് കേൾക്കുമ്പോൾ ഇതൊന്നും ഒരു കാര്യമില്ല എന്ന് അകമേ ഒരു തോന്നൽ വരുന്നു. പക്ഷെ പുറമേ നമുക്കത് ഇതൊക്കെ വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പൊ ഇങ്ങനെയൊക്കെ നിങ്ങൾക്കൊരു ഫൈറ്റ് വരുന്നുണ്ടെങ്കിൽ ശരിക്കും നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, നിങ്ങളുടെ മനസ്സിന് എന്താണോ വേണ്ടത്, അല്ലെ എന്താണോ നിങ്ങൾക്ക് തൃപ്തി, അതനുസരിച്ച് മുന്നോട്ട് പോവുക. എന്നിട്ട് ദൈവത്തോട് പ്രാർത്ഥിക്കുക, ദൈവമേ എന്റെ ആത്മാവ് അതിനെ പഠിപ്പിച്ച് വളർത്തിയെടുക്കണമെങ്കിൽ ഞാൻ അതിന് സറണ്ടറായി നിന്ന് തരുന്നു. എന്നെ സാഹചര്യത്തിലൂടെ, സിറ്റുവേഷനിലൂടെ എന്റെ ആത്മാവിനെ പഠിപ്പിക്കണമേ എന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ പ്രാർത്ഥിക്കാം. ഇത് ഈ ആത്മവളർച്ച ഇല്ലാത്തവർക്കാണ്. അപ്പൊ അങ്ങനെയുള്ള തീഷ്ണതയൊന്നും ഇല്ല ദൈവത്തോട്. എങ്കിൽ മനസ്സിലാക്കണം, ആത്മാ വളരെ ശിശുത്വത്തിൽ നിൽക്കുകയാണ്. പക്ഷെ നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞു, നിങ്ങളുടെ ബുദ്ധിയിലുണ്ട്, കാര്യങ്ങൾ കേട്ടു. പ്രാർത്ഥിക്കുക, എന്റെ ആത്മാവിനെയും വളർത്തി തരണമേ എന്ന് പ്രാർത്ഥിക്കുക. സാഹചര്യത്തിലൂടെ, സിറ്റുവേഷനിലൂടെ താനെ വളർന്നു വന്നിരിക്കും. ഓക്കെ, ഇത് ചില കാര്യങ്ങളൊക്കെ അടുത്തത്.